ഡൽഹി ജന്തർ മന്ദിറിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെയും വിദ്യാർത്ഥി സംഘടനകളുടെയും നിരാഹാര സമരം അത് പുരോഗമിക്കുകയാണ്. CJP സ്ഥാപകൻ അഭിജിത് ദീപ്കെ ഉൾപ്പെടെ 21 പേരാണ് നിലവിൽ നിരാഹാരം അനുഷ്ഠിക്കുന്നത്. സഫ്ദർജംഗ് ആശുപത്രിയിൽ കഴിയുന്ന സോനം വാങ്ചുക്കും നിരാഹാരം തുടരുകയാണ്. വിഷ്ണു പ്രസാദാണ് വിവരങ്ങളുമായി ചേരുന്നത്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം തന്നെ ഒരു പോലീസിന്റെ മിന്നൽ നീക്കം മുതൽ ഇങ്ങോട്ട് നാടകീയ സംഭവങ്ങളാണ് അവിടെ അരങ്ങേറിയത്. ഇപ്പോൾ ആശുപത്രിയിലാണെങ്കിൽ പോലും നിരാഹാര സമരം തുടരുകയാണ് സോനം വാങ്ചുക്ക്. ചികിത്സയ്ക്കൊക്കെ തയ്യാറാകുന്നില്ല തുടങ്ങിയ റിപ്പോർട്ടുകളൊക്കെയാണ് ഓരോ നിമിഷവും പുറത്ത് വരുന്നത്. ഇപ്പോൾ എങ്ങനെയാണ് ഈ നടപടികൾ, സമരമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്യുന്നത്? എനിക്ക് തോന്നുന്നു സമരപ്പന്തലിലാണ് വിഷ്ണു ഉള്ളതല്ലേ? പൂജ, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോഴുള്ള സമരപ്പന്തലിലാണ്. കഴിഞ്ഞ ദിവസം ഏകദേശം ഈ ഒരു സമയത്തോട് അടുപ്പിച്ചായിരുന്നു സോനം വാങ്ചുക്കിനെ ഇവിടെ നിന്ന് കൊണ്ടുപോയത്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ എന്തായാലും എല്ലാവരും വളരെ വലിയ ജാഗ്രതയിൽ തന്നെയാണ്. ഒരു ചെറിയ അനക്കം പോലും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോൾ പ്രവർത്തകർ വേദി വളഞ്ഞ് സംരക്ഷണം ഒരുക്കുന്ന ഒരു കാഴ്ച കൂടി നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ നിരവധി പേർ ഇന്നലെ രാത്രി മുതൽ ഇവിടെ തമ്പടിച്ചിരിക്കുകയാണ്. ഈ സമരം തുടങ്ങിയ ആദ്യ ദിനങ്ങളിൽ നമ്മൾ സമാനമായ രീതിയിലുള്ള ഒരു ഇടപെടൽ അവരുടെ ഭാഗത്തു നിന്ന് കണ്ടു, അല്ലെങ്കിൽ അത്തരത്തിലൊരു സംരക്ഷണം ഒരുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അഭിജിത് ദീപ്കയെ അറസ്റ്റ് ചെയ്തേക്കുമെന്നൊക്കെ ആദ്യഘട്ടത്തിൽ പ്രചരിച്ചപ്പോഴാണ് അന്ന് പ്രവർത്തകർ ഈ വേദിക്ക് ചുറ്റും സംരക്ഷണം ഒരുക്കിയത്. എന്തായാലും ഇന്നിപ്പോൾ എന്തായാലും പ്രവർത്തകരും അതിന് സമാനമായ രീതിയിൽ ഇവിടെ തന്നെയുണ്ട്. അവരും ഈ പറയുന്നത് പോലെ വലിയ രീതിയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിക്കൊണ്ട് തന്നെയാണ് ഇവിടെ ഇപ്പോൾ ഒത്തുകൂടിയിട്ടുള്ളത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ നിരവധി പേർ ഇന്നലെ രാത്രി മുതൽ ഇന്നു മുതൽ തന്നെ ഈ സമാനമായ രീതിയിൽ ഇവിടെ സുരക്ഷ ഒരുക്കിക്കൊണ്ട് ഈ വേദിക്ക് മുമ്പിൽ പ്രതിഷേധത്തിൽ പങ്കെടുക്കുകയാണ്. ഇന്ന് സമരത്തിന്റെ 30ാമത്തെ ദിനമാണ്. ഈ CJP സമരം ആരംഭിച്ച് 30ാമത്തെ ദിനമാണ്. നാളെയാണ് CJP പ്രഖ്യാപിച്ചിട്ടുള്ള പാർലമെന്റ് മാർച്ച് ഉള്ളത്. നിലവിലെ സാഹചര്യത്തിൽ എന്തായാലും സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ്, നാളെ നടക്കുന്ന പാർലമെന്റ് മാർച്ചുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് എന്തായാലും CJP തീരുമാനിച്ചിട്ടുള്ളത്. തുടക്ക ദിവസങ്ങളിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സോനം വാങ്ചുക്കിനൊപ്പം നിരവധി വിദ്യാർത്ഥികൾ കൂടി ഈ നിരാഹാര സമരം ആരംഭിച്ചിരുന്നു. അത് ഐസയുടെ പ്രവർത്തകരാണ്. ഐസയുടെ പ്രവർത്തകർ ഇപ്പോഴും ആ നിരാഹാരം തുടരുകയാണ്. ഐസയുടെ ദേശീയ അധ്യക്ഷ നേഹ ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും നിരാഹാരം തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇതിനോടകം തന്നെ നിരവധി വിദ്യാർത്ഥികളെ അവരുടെ ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ഹോസ്പിറ്റലിലേക്ക് മാറ്റേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പോഴും അവരുടെ നിരാഹാരം ആ രീതിയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു കൗതുകകരമായ കാര്യം, അല്ലെങ്കിൽ ആശങ്കപ്പെടുത്തുന്ന കാര്യം എന്ന് തന്നെ വേണം പറയാൻ. കാരണം ഇവിടെ നിരാഹാരം അനുഷ്ഠിക്കുന്ന ഓരോ വിദ്യാർത്ഥിയുടെയും ഇപ്പോഴത്തെ ആരോഗ്യനില സംബന്ധിച്ച ഒരു സൂചനാ ബോർഡ് കൂടി ഇവർ വെച്ചിട്ടുണ്ട്. മനീഷിന്റെ ആരോഗ്യനില നോക്കുകയാണെങ്കിൽ BP 117/76 നേഹയിലേക്ക് എത്തുമ്പോൾ അത് 105/65, അമീൻ്റെത് 112/75. ഇങ്ങനെ ഐസയുടെ എല്ലാ വിദ്യാർത്ഥികളുടെയും ഇവിടെ സമരത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളുടെ നിരാഹാരം അനുഷ്ഠിക്കുന്ന വിദ്യാർത്ഥികളുടെ അങ്ങനെ ജന്തർ മന്ദിറിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെയും അങ്ങനെ നിരാഹാര സമരം പുരോഗമിക്കുകയാണ്.